പോലീസിൽ നടക്കുന്ന ഈ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി നടത്തിയ ചില കേസുകൾ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ്. കേരളം ഏകദേശം ഒരു 2-3 വർഷം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. ശബരിമല സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം സംസ്ഥാന ഗവൺമെൻറ് വിധി നടപ്പാക്കാനെടുത്ത തീരുമാനത്തിനെതിരെ UDFും BJPയും RSSും അതിശക്തമായ രാഷ്ട്രീയ എതിർപ്പ് കേരളത്തിൽ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹം ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും എന്നും ഒരു മതേതര നിലപാടുള്ള, എക്കാലത്തും മതേതര നിലപാടിനോടൊപ്പം നിന്ന കേരളത്തിലെ വളരെ പ്രശസ്തനായ സ്വാമിയാണ് സന്ദീപാനന്ദഗിരി. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ ശബരിമല വിഷയത്തിൽ അദ്ദേഹം എടുത്ത സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായി എടുത്ത നിലപാട്, ഗവൺമെൻറ് എടുത്ത ആ നിലപാട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് രംഗത്ത് വന്നിരുന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിക്കുന്ന വലിയൊരു സംഭവം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടത്തിയ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ആ പ്രതികളെ, അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ RSSകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, കഴിഞ്ഞ 3-4 ദിവസങ്ങളായി RSSൻ്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-4 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും TV ചാനലിൽ നിറയുന്നത്. നിങ്ങളറിയേണ്ടത്, ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്തമുള്ള ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2ാം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ.